കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓരോ ജില്ലകളിലെയും നിയമസഭാ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും അവിടുത്തെ സാധ്യതകളെയും പറ്റി നമ്മൾ വിലയിരുത്തി വരികയാണ്. UDF വമ്പൻ വിജയം നേടും എന്ന് പ്രവചിക്കപ്പെട്ട 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കാസർഗോഡ്, വയനാട് എന്നീ ജില്ലകൾ എങ്ങനെയാണ് UDFന്റെ സാധ്യത കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കാസർഗോഡിന്റെ കാര്യമെടുത്താൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 2ഉം LDF 3ഉമായിരുന്നു ഇവിടുത്തെ നില. അതിൽ മഞ്ചേശ്വരവും കാസർഗോഡ് മണ്ഡലവുമാണ് UDFന്റെ ഒപ്പം നിന്നത്. മഞ്ചേശ്വരത്തും കാസർഗോഡും നിലവിലെ അവിടുത്തെ ജനപ്രതിനിധികളെ തന്നെ നിർത്താനാണ് UDFന്റെ തീരുമാനം. മഞ്ചേശ്വരത്തെ നിലവിലെ MLA ആയ മുസ്ലിം ലീഗിന്റെ AKM അഷ്റഫ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. 2021 തെരഞ്ഞെടുപ്പിൽ BJPയിലെ K സുരേന്ദ്രനെ 1000-ന് താഴെ മാത്രം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് AKM അഷ്റഫ് നിയമസഭയിലേക്ക് എത്തിയത്. ഇപ്പോഴും BJP സാധ്യത നിലനിൽക്കുന്നു എന്നാണെങ്കിലും UDFന്റെ കൃത്യമായ പ്രവർത്തനം അവിടെ കൂടുതൽ ഭൂരിപക്ഷത്തോടെ UDFന് അവിടെ വിജയിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ട്. കാസർഗോഡ് NA നെല്ലിക്കുന്നാണ് MLA. മുസ്ലിം ലീഗ് നേതാവായ അദ്ദേഹം തന്നെയാകും ഇത്തവണയും കാസർഗോഡ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യാൻ UDFന് വേണ്ടി മത്സരിക്കുക. കൃത്യമായി മുസ്ലിം ലീഗിനെ പിന്താങ്ങുന്ന മണ്ഡലം എന്ന നിലയിൽ UDFന് വേണ്ടി മുസ്ലിം ലീഗ് വിജയം ഉറപ്പാക്കും എന്നുറപ്പാണ്. വൻ അട്ടിമറികൾക്ക് സാധ്യതയുള്ള മണ്ഡലമാണ് ഉദുമ. നിലവിൽ CPMന്റെ K കുഞ്ഞിരാമനാണ് ഇവിടുത്തെ MLA. ഒരു യുവ നേതാവിനെ വെച്ച് പുതിയ പരീക്ഷണത്തിന് കോപ്പുകൂട്ടുകയാണ് കോൺഗ്രസ് ഇവിടെ. BP പ്രദീപ് കുമാർ എന്ന യുവാവ് ഉദുമയെ പ്രതിനിധാനം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മാറ്റത്തിലൂടെ കൂടുതൽ ജനക്ഷേമപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ UDF തങ്ങളുടെ ശക്തി ഇവിടെ തെളിയിക്കുമെന്നും ഏതാണ്ട് ഉറപ്പുള്ള കാര്യമാണ്. ഇനി കാഞ്ഞങ്ങാടിലേക്ക് വരാം. നിലവിൽ CPI പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. E ചന്ദ്രശേഖരനാണ് MLA. LDFന് സാധ്യതയുള്ള മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. ഇപ്പോഴും UDF പ്രവർത്തനങ്ങൾ വഴി തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ശരിയാംവണ്ണം ഫലം കാണുമോ എന്ന് കണ്ടറിയണം. തൃക്കരിപ്പൂരിൽ CPM നേതാവ് M രാജഗോപാലനാണ് MLA. ജോമോൻ ജോസ് എന്ന യുവാവിലൂടെ തൃക്കരിപ്പൂർ പിടിക്കാനാണ് UDF ലക്ഷ്യം വെക്കുന്നത്. അവിടുത്തെ LDF സ്ഥാനാർത്ഥിയായി MV നികേഷ് കുമാറിനെയാണ് നിശ്ചയിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുഴുവൻ സമയ പത്രപ്രവർത്തനം മതിയാക്കി രാഷ്ട്രീയ മേഖലയെ ഉന്നം വയ്ക്കുകയാണ് നികേഷ് ഇപ്പോൾ. എന്നാൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജ്മോഹൻ ഉണ്ണിത്താന് വൻ ഭൂരിപക്ഷമാണ് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് നേടാനായത് എന്ന് നാം ഓർക്കണം. ഇത് UDFന്റെ ഇവിടുത്തെ വിജയ സാധ്യത ഉയർത്തുന്നുണ്ട്. ഒരു അട്ടിമറി തന്നെ അവിടെ സംഭവിക്കുമെന്നുറപ്പാണ്. അങ്ങനെ വരുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ UDF 4ഉം LDF 1ഉം എന്നതാണ് ഇപ്പോൾ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ആദ്യം പറഞ്ഞിരുന്നത് പ്രകാരം നമുക്കിനി 3 സാമാജികരെ നിയമസഭയിലേക്ക് അയക്കുന്ന വയനാട് ജില്ലയിലേക്ക് വരാം. AICC ജനറൽ സെക്രട്ടറി ആയ പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് മണ്ഡലമാണ് വയനാട് എന്നോർക്കണം. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നിവയാണ് വയനാട്ടിലെ മണ്ഡലങ്ങൾ. കൽപ്പറ്റ T സിദ്ദിഖിലൂടെയും സുൽത്താൻ ബത്തേരി IC ബാലകൃഷ്ണനിലൂടെയും ഭദ്രമാണ് ഇപ്പോഴും. ഇവരാണ് നിലവിലെ ഇവിടുത്തെ MLAമാർ. ഇവർ വീണ്ടും മത്സരിക്കുകയും MLAമാർ എന്ന നിലയിലെ പ്രവർത്തനം ഉൾപ്പെടെ വിലയിരുത്തിയാൽ അവർ ഇരുവരും തന്നെ ഇവിടങ്ങളിൽ വിജയം കാണുകയും ചെയ്യും എന്നുറപ്പാണ്. മുൻ തിരഞ്ഞെടുപ്പിൽ LDF പിടിച്ചടക്കിയ മണ്ഡലം ഇവിടെ മാനന്തവാടി മാത്രമാണ്. നിലവിൽ മന്ത്രി കൂടിയായ OR കേളുവിനെയാണ് കഴിഞ്ഞ 2 തവണകളായി മാനന്തവാടിയിലെ ജനങ്ങൾ തങ്ങളെ പ്രതിനിധീകരിക്കാൻ വേണ്ടി നിയമസഭയിലേക്ക് അയച്ചത്. ഇത്തവണ കമ്മ്യൂണിസ്റ്റുകാരുടെ 2 ടേം ക്രൈറ്റീരിയ അനുസരിച്ചാണെങ്കിൽ OR കേളുവിന് അവസരമുണ്ടാകില്ല. അങ്ങനെയെങ്കിൽ LDFന് ഒരു പുതു സ്ഥാനാർത്ഥിയെ ഇവിടെ കണ്ടെത്തേണ്ടി വരും. ഈ അവസരം മുതലാക്കി കോൺഗ്രസും UDFും പ്രവർത്തിച്ചാൽ തീർച്ചയായും മാനന്തവാടി കൈപ്പിടിയിലൊതുങ്ങും. ഒന്നുകിൽ മുൻപ് മത്സരിച്ച PK ജയലക്ഷ്മിയെ തന്നെ കോൺഗ്രസ് അവിടെ മത്സരിപ്പിക്കും. അല്ലായെങ്കിൽ ഒരു പുതുമ പരീക്ഷിക്കാനാണെങ്കിൽ മുൻ ആലത്തൂർ MP രമ്യ ഹരിദാസിനെ ഇവിടെ മത്സരിപ്പിക്കാനും കോൺഗ്രസിന് ആലോചനയുണ്ട് എന്ന് വേണം കരുതാൻ. നിലവിലെ കണക്കനുസരിച്ച് മുൻപ് 2-1 എന്ന നിലയിൽ ലീഡ് ചെയ്യുന്ന UDFന് ഇത്തവണ 3 സീറ്റും വയനാട് ലഭിക്കും എന്നുറപ്പുള്ള കാര്യമാണ്. കൃത്യമായി ഈ ഫലങ്ങൾ തന്നെയാണ് UDF മേൽപ്പറഞ്ഞ കാസർഗോഡ്, വയനാട് ജില്ലകളിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ VD സതീശൻ ഉയർത്തിക്കൊണ്ടുവന്ന ഓപ്പറേഷൻ 63യും UDF മുന്നണിക്ക് 100-ലേറെ സീറ്റ് എന്ന ആശയവും വിജയം കാണുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.